നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച്. കോഴിക്കോട് കോർപ്പറേഷനിൽ മിച്ച ബജറ്റ് അംഗീകരിച്ചു. കോർപ്പറേഷൻ ബജറ്റിന്റെ ആമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ബജറ്റിൽ കേന്ദ്ര പദ്ധതികളെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. കൈവേലി നെടുമന്നൂർ LP സ്കൂളിലെ CPM ആക്രമണത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആദായനികുതി ഓഫീസ് മാർച്ച് നടത്തി. CITU നേതാവ് PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും തൊഴിലാളികളും പ്രതിഷേധത്തിൽ അണിനിരന്നു. കർഷകർക്ക് ഉൽപാദന ചെലവിന്റെ 2 മടങ്ങും അതിന്റെ 50% ചേർത്ത് വില നിശ്ചയിച്ച് കർഷകരെ സംരക്ഷിക്കുക, കർഷക സമരത്തെ ചോരയിൽ മുക്കി അടിച്ചമർത്താൻ ശ്രമിച്ച മന്ത്രി അജയ് മിശ്ര തേനിയെ പിരിച്ചുവിടുകയും കേസെടുക്കുകയും ചെയ്യുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, എല്ലാ വിഭാഗം താഴെത്തട്ടിലുമുള്ള തൊഴിലാളികൾക്കും മിനിമം കൂലി മാസം 26,000 പ്രഖ്യാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഏകപക്ഷീയമായ ക്രിമിനൽ നിയമ ഭേദഗതി പിൻവലിക്കുക, തൊഴിലവകാശം മൗലികാവകാശമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യത്തിന് വേണ്ടി പിന്നാപ്പുറത്തെ വഴിയിലൂടെ ഒരു നിയമം കൊണ്ടുവന്ന് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് കോടിക്കണക്കിന് പണിയെടുത്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന പാവപ്പെട്ടവനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് സംരക്ഷണം ഒഴിവാക്കി ആ തൊഴിൽ നിയമങ്ങളില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും. എത്ര അപമാനകരമാണിത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തൊഴിലാളിക്ക് വേണ്ടി ഒരു നിയമമില്ല. തൊഴിലാളി എന്നൊരു പദം BJP ഗവൺമെന്റിന്റെ പക്കലില്ല. BJPയുടെ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ, BJPയുടെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളിൽ ഒരിക്കലും തൊഴിലാളി എന്നൊരു വാക്ക് കടന്നു വരാറില്ല. K രാജീവ് അധ്യക്ഷനായിരുന്നു. AITUC പ്രതിനിധി PK നാസർ, HMS പ്രതിനിധി RM ഗോപാലൻ, STU പ്രതിനിധി NKC ബഷീർ, CITU നേതാവ് മാമ്പറ്റ ശ്രീധരൻ, CNLC നേതാവ് MV രാജേന്ദ്രൻ, SCWA പ്രതിനിധി OK സത്യ, JLU പ്രതിനിധി KP സനൽകുമാർ, AIUTUC പ്രതിനിധി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ ബഷീർ പാണ്ടികശാല, C രാജീവൻ, മൊയ്തീൻ കുട്ടി, T ദാസൻ, PK സന്തോഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച 1238.69 കോടി രൂപ വരവും 1178.29 കോടി രൂപ ചെലവും 60.40 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന മതിപ്പ് ബജറ്റ് കൗൺസിൽ യോഗം ഐകകണ്ഠേന അംഗീകരിച്ചു. നികുതി വാടക ഇനങ്ങളിൽ വർധനവില്ലാതെയാണ് മിച്ച ബജറ്റ് അംഗീകരിച്ചത്. പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിട്ടുവീഴ്ചകളോടെ ഒരുമിച്ച് പോകണമെന്ന് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പറഞ്ഞു. വസ്തുനികുതി, തൊഴിൽ നികുതി, ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വാടക, D&O വ്യാപാരം, കെട്ടിട നിർമ്മാണം എന്നീ ഇനങ്ങളിൽ കാലോചിതവും വസ്തുതാപരവുമായ വർധന ഉണ്ടാകണമെന്ന UDFന്റെ ഭേദഗതി അംഗീകരിക്കാതെയാണ് കൗൺസിൽ യോഗം ബജറ്റ് അംഗീകരിച്ചത്. കോർപ്പറേഷന് ലഭിക്കേണ്ട നികുതികളിൽ ആവശ്യമായതും കാലോചിതവുമായ വർധന വരുത്തിയിട്ടുണ്ടെന്നും ഭാവിയിൽ ആവശ്യമെങ്കിൽ കൗൺസിലിന് നികുതികൾ പരിഷ്കരിക്കാവുന്നതാണെന്നും ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാർഷിക തകർച്ച,
ദുർബലമാകുന്ന തൊഴിൽ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുടെ അഭാവവും വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങളുമാണ് 2024-25 കേന്ദ്ര ബജറ്റിൽ മുഖമുള്ളത്. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഭാവിയെ മുൻപിൽ കണ്ട് യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിച്ച ബജറ്റാണിതെന്നും അങ്കണവാടി കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ച ബജറ്റാണിതെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൽ നിന്നും വിവേചനമാണുള്ളതെന്നും 150 കോടി രൂപയാണ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളതെന്നും ഇത് വാങ്ങിയെടുക്കാനുള്ള നടപടിയൊന്നും കോർപ്പറേഷൻ ഭരണാധികാരികൾ കാണിക്കുന്നില്ലെന്നും UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. നഗരത്തിന്റെ പ്രധാന വികസനമായി LDF ഉയർത്തിക്കാട്ടുന്ന മിക്ക പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെന്ന് BJP അംഗങ്ങൾ അവകാശപ്പെട്ടു. ആവിക്കൽ തോട് കോതി പദ്ധതികൾ ബജറ്റ് ചർച്ചയിലും ചർച്ചാ വിഷയമായി. LDFിൽ നിന്നും O സദാശിവൻ, P ദിവാകരൻ, NC മോയിൻകുട്ടി, PK നാസർ, UDFിൽ നിന്ന് KC ശോഭിത, K മൊയ്തീൻ കോയ, P ഉഷാദേവി, BJPയിൽ നിന്നും നവ്യ ഹരിദാസ്, T റനീഷ് തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ അവതരിപ്പിച്ച ബജറ്റിന്റെ ആമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ബജറ്റിൽ കേന്ദ്ര പദ്ധതികളെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് പോലെ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യണമെന്നും VK സജീവൻ പറഞ്ഞു. ബജറ്റിന്റെ ആമുഖ പ്രസംഗം മുഴുവൻ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള ദീർഘാട പ്രസംഗമാണ്. അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് പറയുന്നത് മുഴുവൻ മോദി സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്ന അമൃത് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ അല്ലേ? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന് വലിയ ഫോട്ടോ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ, ആരുടെയാ? കേന്ദ്ര സർക്കാരിന്റെ അല്ലേ? മെഡിക്കൽ കോളേജിലെ PMSSY ബിൽഡിംഗ് ആരുടേതാ? കേന്ദ്ര സർക്കാർ കൊടുത്തതല്ലേ? ഇപ്പൊ നാടൊട്ടുക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് അല്ലേ കോർപ്പറേഷൻ വലിയ നേട്ടമായിട്ട് അവതരിപ്പിക്കല്ലേ? കേന്ദ്ര സർക്കാർ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ച സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് രാജ്യത്ത് 1.5 ലക്ഷം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളെ ഇവർക്ക് പറ്റിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നടക്കുന്ന ഒരു സമരമുണ്ടല്ലോ, കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡൽഹി പോയിട്ട് സമരം ചെയ്യാം. ഈ പ്രാദേശിക ഭരണകൂടം മുഴുവൻ വെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആ തുക കൊടുക്കാത്തതുകൊണ്ടല്ലേ? പെൻഷൻ കൊടുക്കാത്ത ഈ സംസ്ഥാനം പ്രഖ്യാപിച്ച തുക കൊടുക്കാത്തതുകൊണ്ട്, PMAY പദ്ധതിയിൽ സംസ്ഥാനത്തിന്റെ വിഹിതം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാദേശിക ഗവൺമെന്റ് മുഴുവൻ വിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ തീം അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, കോഴിക്കോട് കോർപ്പറേഷന്റെ ആളുകൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി സമരം ചെയ്യും. യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. കൊടുക്കാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മറ്റത് കളവ് പറയാണല്ലോ. 58,000 കോടിയൊക്കെ പോയിട്ട് ഇപ്പോ കഴിഞ്ഞ ആഴ്ച 1500 എത്തിയിരിക്കല്ലേ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൈവേലി നെടുമന്നൂർ LP സ്കൂളിലെ CPIM ആക്രമണത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അവിടെ അതിക്രമിച്ച് കയറി ഹോമാകുണ്ടങ്ങളൊക്കെ തന്നെ തല്ലി തകർത്തു, നിലവിളക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം പൂജാദ്രവ്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വിശ്വാസികളാണ് എന്ന് ഈ ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് CPMന്റെ ഈ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഈ അതിക്രമിച്ച് കയറിയ എല്ലാ ആളുകൾക്കെതിരെയും ശക്തമായ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അതിപ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വടകര താലൂക്കിലെ കൈവേലി നെടുമന്നൂർ LP സ്കൂളിൽ നടത്തിയ ഗണപതി ഹോമവും ദേവീ പൂജയും CPIM പ്രവർത്തകർ കടന്നുകയറി അലങ്കോലമാക്കിയ സംഭവം ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിസ്കാരവും മറ്റ് മതപരിപാടികളും നടക്കുന്ന എല്ലാ വിദ്യാലയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തണം. മാപ്പിള സ്കൂൾ എന്ന പേര് എടുത്തുകളയാൻ സർക്കാർ തയ്യാറാകണം. പ്രാകൃത യുഗത്തിലേക്ക് പ്രവർത്തകരെ നയിക്കുകയാണ് CPIM നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്നതെന്നും ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം നൽകുമെന്നും സാമുദായിക സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്ത് സമരം ആസൂത്രണം ചെയ്യുമെന്നും
ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുനിൽ കുമാർ പുത്തൂർമഠം, ജില്ലാ സംഘടനാ സെക്രട്ടറി സത്യൻ വള്ളിക്കാട്, ജില്ലാ സഹസംഘടനാ സെക്രട്ടറി സതീഷ് മലപ്പുറം, ജില്ലാ സെക്രട്ടറി സുബീഷ് ഇല്ലത്ത് തുടങ്ങിയവർ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. വെള്ളിയാഴ്ച സമയക്രമീകരണം നടത്താറുണ്ട്. അപ്പൊ ഡിവൈഎഫ്ഐ കാണുന്നത് പ്രാകൃതമായ വിശ്വാസവും എതിർക്കപ്പെടുന്നതും അവരെ ഒരു പ്രവൃത്തി സമയത്ത് പോലും അല്ലാതെ നടക്കുന്ന ഒരു പൂജയ്ക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റാത്തത്? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലേ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർമഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. നിക്കോയ് ഹോണ്ട ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം വനിതകൾക്ക് താക്കോൽ കൈമാറി. നാഷണൽ NGO കോൺഫെഡറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ഹോണ്ട ആക്ടിവ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 50% സബ്സിഡിയോടെ നൽകുന്ന വാഹനങ്ങളുടെ താക്കോൽ കോഴിക്കോട് നിക്കോയ് ഹോണ്ട ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം കൈമാറി. ഈ നിങ്ങൾ പറഞ്ഞ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ കണ്ടെത്തുന്ന ഫണ്ടെന്ന് പറഞ്ഞാൽ അത്രയും മൂല്യമുള്ള ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് വണ്ടി വാങ്ങുന്ന പണം ഉപയോഗിച്ച് വണ്ടി വാങ്ങുന്നതിനേക്കാൾ ഉപരി ആ ഫണ്ട് ഇതിന് ഇൻവോൾവ് ചെയ്തുകൊണ്ട് 5 വർഷത്തേക്ക് വണ്ടി വിൽക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഞങ്ങളൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് നോട്ടറി പബ്ലിക് നിങ്ങൾ എല്ലാവരും സൈൻ ചെയ്തതാണ്. നോട്ടറി പബ്ലിക്കായിട്ട് സൈൻ ചെയ്തൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് വെച്ച് നടപടി എടുക്കുന്നതാണ്. അത് നിങ്ങൾ വളരെ വ്യക്തമായ കാര്യം. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വിരമിച്ച ഉന്നതരായ ഒരു ടീമിനെ ഞങ്ങൾ കേരളത്തിൽ നിയമിച്ചിട്ടുണ്ട്. ഇത്രയും സുതാര്യമായിട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങളിത് അർഹതപ്പെട്ടുന്നവരുടെ കൈകളിലേക്ക് ഇത് എത്തണം. ചടങ്ങിൽ നിക്കോയ് ഹോണ്ട പാർട്ണർമാരായ റിനു ഹൈദർ, നൌഫൽ, സെയിൽസ് മാനേജർ EK സുർജിത്ത്, കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊജക്ട് കോർഡിനേറ്റർ ഷീന എന്നിവരും പങ്കെടുത്തു. പഞ്ചായത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും ഓരോ വാർഡിൽ പോകുന്നതാണ്. കുറെ കഷ്ടപ്പെട്ടിട്ട് നടന്നിട്ടില്ല. ഒരു പുതിയ വണ്ടി വാങ്ങാനുള്ളൊരു സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഇത് വലിയൊരു ഉപകാരമാക്കിയ. ഞാനൊരു വണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് ഇതിനെപ്പറ്റി കേട്ടത്. എൻ്റെ മോനൊരു സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടിയിട്ട് നരിക്കുഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ സ്കൂളിൽ നിന്നും ഒരു ബസ് യാത്ര ഇല്ലാത്തൊരു ടൈമാണ് കിട്ടല്. അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ഒരുപാട് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് പ്രാവശ്യം നന്ദി പറയാണ്. പിന്നെ ഈ വണ്ടി നമ്മുടെ ഓരോ സ്ത്രീകളുടെയും ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ബേക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബേക്ക് മലബാർ ട്രേഡ് ഫെയർ ഫെബ്രുവരി 17, 18 തീയതികളിൽ നടക്കും. കോഴിക്കോട് മൊഗവൂർ ലാവൻഡിസ് കൺവെൻഷൻ സെന്ററിൽ ട്രേഡ് ഫെയർ MK രാഘവൻ MPയും കോൺക്ലേവ് മന്ത്രി മുഹമ്മദ് റിയാസും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതില് കോഴിക്കോട് ജില്ലക്ക് പുറമെ നമ്മുടെ മലബാർ ഏരിയയിലുള്ള മുഴുവൻ ബേക്കറി സംരംഭകരെയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഭക്ഷ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് ഫെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മധുര മനോഹരം മലബാറിന്റെ രുചിമേളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മേളയിൽ ട്രേഡ് ഫെയർ കൂടാതെ ഓട്ടോ എക്സ്പോ, ഫുഡ് ഫെസ്റ്റ്, ടോക്ക് ഷോ, ഫാമിലി മീറ്റ്, മ്യൂസിക്കൽ ഈവ് എന്നിവയും ഉണ്ടാകുമെന്ന് ബേക്ക് ജില്ലാ പ്രസിഡന്റ് അഷറഫ് നല്ലളം, ജനറൽ സെക്രട്ടറി റാഷിഖ് തൂണേരി എന്നിവർ പറഞ്ഞു. വിജയത്തിലേക്കുള്ള രുചിക്കൂട്ടുകൾ എന്ന സെഷനിൽ ബിസിനസ് ട്രെയിനർ കസാക്ക് ബെഞ്ചലിയും ജീവിക്കാൻ മറന്ന കച്ചവടക്കാരൻ എന്ന വിഷയത്തിൽ ഹാപ്പി ലൈഫ് ട്രെയിനിംഗ് CEO CA റസാഖും ക്ലാസുകൾ എടുക്കും. ബേക്കിന്റെ സഹോദര സംഘടനകളായ സ്മാർട്ട് ടീമിന്റെയും ലേഡീസ് വിങ്ങിന്റെയും ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിക്കും. തുടർന്ന് മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും.
അണിനിരന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതേപോലെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. കൂടാതെ ഒരു ഓട്ടോ എക്സ്പോ ഉണ്ട്. അതിലേറെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായത്തിന് ഉതകുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും സ്പെഷ്യലായിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ വരെ നിരത്തിയിട്ടുള്ള ഓട്ടോ എക്സ്പോയാണ്. വാർത്താ സമ്മേളനത്തിൽ ഷമീർ വട്ടക്കണ്ടി, രഞ്ജിത്ത് റീഗൽ, ജുനൈസ് ഉജിൻ, നൌഫൽ ഗ്രാൻഡ്, ഷോജിൽ അശോക് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ വ്യവസായിയും ബേപ്പൂർ മുൻ MLA-യുമായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം എന്ന പുസ്തകം ഫെബ്രുവരി 18-ന് പ്രകാശനം ചെയ്യും. കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം നിർവഹിക്കും. കഥാകൃത്ത് T. പത്മനാഭൻ ആദ്യ പുസ്തകം സ്വീകരിക്കും. VKC എന്ന തീപ്പെട്ടി കമ്പനിയിൽ നിന്നും ചെരുപ്പ് വ്യവസായത്തിലേക്ക് മാറിയതും അത് വളർന്ന് അന്താരാഷ്ട്ര പാദരക്ഷാ ബ്രാൻഡായി മാറിയതും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വന്ന പ്രതിസന്ധികളെ തൻ്റേതായ രീതിയിൽ മറികടന്ന മാർഗങ്ങളെക്കുറിച്ചും VKC പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. വ്യവസായി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ജീവിതത്തിൽ എന്നോളം സ്വീകരിച്ച നിലപാടുകളും ബിസിനസ്സിലെ വളർച്ചാ തന്ത്രങ്ങളും പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട്. VKC മുഹമ്മദ് കോയയുടെ ആത്മകഥയായ ഇനിയും നടക്കാം എന്ന പുസ്തകം ഫെബ്രുവരി 18-ന് കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. പ്രശസ്ത കഥാകൃത്ത് T. പത്മനാഭൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. VKCയുടെ ആത്മകഥയായിട്ടുള്ള ഇനിയും നടക്കാം എന്നൊരു പുസ്തകത്തിന്റെ പ്രകാശനമാണ് 18-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കാൻ വേണ്ടി VKCയുടെ അപ്രതയാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വളർച്ച, അതിലെ മാറ്റങ്ങൾ, അത് തന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നോക്കിക്കണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയത്. സംഘാടക സമിതി കൺവീനറായ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, വൈസ് ചെയർമാൻ T. രാധാഗോപി, K. ഉദയകുമാർ, VKC റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ICJ-യുടെ ആലുമിനി മീറ്റ് ന്യൂസ്റ്റാൾജിയ ഫെബ്രുവരി 18-ന് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ദ ടെലഗ്രാഫ് എഡിറ്റർ അറ്റ് ചാർജ് R. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ICJ സാരഥികൾ പറഞ്ഞു. ഇവിടെ നിന്ന് പഠിച്ചുപോയി ഇന്ന് കേരളത്തിലെ വിവിധ മാധ്യമങ്ങളിൽ, കേരളത്തിനൊക്കെ പുറത്തും മാധ്യമങ്ങളിൽ ശോഭിച്ചു നിൽക്കുന്ന, മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം കാലിക്കറ്റ് പ്രസ് ക്ലബ് എന്നുള്ള ജേർണലിസം കോഴ്സ് കഴിഞ്ഞവരാണ്. ഈ സിൽവർ ജൂബിലി വർഷം കാലിക്കറ്റ് പ്രസ് ക്ലബ് സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്നു. ഇത് സിൽവർ ജൂബിലി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടത്തണം നമ്മൾ ആലോചിച്ചു. അത് ഈ 18-നാണ്, ഈ അടുത്ത ഞായറാഴ്ച, മറ്റന്നാൾ. അത് കോഴിക്കോട് കാരപ്പറമ്പ് സ്കൂളിലെ. കേരളത്തിലെ മാധ്യമ പരിശീലന സ്ഥാപനങ്ങളിൽ മുൻനിരയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ICJ 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. പരിശീലനം പൂർത്തിയാക്കിയ 27 ബാച്ച് വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ന്യൂസ്റ്റാൾജിയ ഫെബ്രുവരി 18-ന് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ദ ടെലഗ്രാഫ് എഡിറ്റർ അറ്റ് ചാർജ് R. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തവരെ ആദരിക്കും. ഇപ്പോഴും ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മിക്കവാറും പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ നല്ലൊരു പങ്ക് പ്ലേസ്ഡ് ആവുന്നുണ്ട്. മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ. വാർത്താ സമ്മേളനത്തിൽ ICJ ഗവേണിംഗ് കമ്മിറ്റി ചെയർമാൻ M. ഫിറോസ് ഖാൻ, മുൻ ചെയർമാൻ കമാൽ വരദൂർ, സ്വാഗത സംഘം ചെയർമാൻ ഉമ്മർ പുതിയോട്ടിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ VE ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമശ്രീ സാഹിത്യ പുരസ്കാരം കോഴിക്കോട് ചേവായൂർ സ്വദേശി സാഹിത്യകാരൻ സുദീപ് തെക്കേപ്പാട്ടിന് 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 18-ന് ആലപ്പുഴ YMCA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P. പ്രസാദ് സമ്മാനിക്കും.
ആലപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമശ്രീ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സമശ്രീ സാഹിത്യ പുരസ്കാരം കോഴിക്കോട് ചേവായൂർ സ്വദേശി സുദീപ് തെക്കേപ്പാട്ടിന്. സുദീപ് തെക്കേപ്പാട്ടിന്റെ ബാലസാഹിത്യകൃതിയായ ഭൂതത്താൻ കുന്നിലെ ഇത്താപ്പിക്കാണ് പുരസ്കാരം. 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 18-ന് ആലപ്പുഴ YMCA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി P. പ്രസാദ് സമ്മാനിക്കും. സർഗോത്സവം 2024 പരിപാടികളുടെ ഭാഗമായാണ് സമശ്രീ മിഷൻ സംസ്ഥാന തലത്തിൽ അവാർഡ് ഏർപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ സുദീപ് തെക്കേപ്പാട്ട് സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്ററായും ന്യൂസ് ടാഗ് ലൈവ് സീനിയർ റിപ്പോർട്ടറായും പ്രവർത്തിച്ചു വരുന്നു. കോമ്പാച്ചി, ഇരിപ്പിടങ്ങൾ നഷ്ടമായവർ, രാജമല്ലികയിൽ നിലാവ് പെയ്യുകയാണ് എന്നിവയാണ് സുദീപ് തെക്കേപ്പാട്ടിൻ്റെ ചെറുകഥാ സമാഹാരങ്ങൾ. കടിഞ്ഞാണില്ലാത്ത കുതിരകൾ, ദേവമനോഹരി എന്നിവയാണ് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ നോവലുകൾ. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൗൺസിലിൻ്റെ അക്ഷരശ്രീ പുരസ്കാരം, JC ഡാനിയൽ സാഹിത്യശ്രേഷ്ഠ അവാർഡ്, ദേവജ അവാർഡ്, വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ പുരസ്കാരം, അക്ഷരം അവാർഡ് എന്നിവയും സുദീപിനെ തേടി എത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹോളോകോസ്റ്റിന്റെയും ഓഷ്വിറ്റ്സിന്റെയും ഓർമ്മകൾ പുതുക്കുന്ന ഫോട്ടോ പ്രദർശനം ഫെബ്രുവരി 17 മുതൽ 27 വരെ ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. കവി PN ഗോപികൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓഷ്വിറ്റ്സിലെ സുധീഷ് ഒരു സമയത്ത് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള സുധീഷിന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഫോട്ടോഗ്രാഫുകളും അതോടുകൂടെ ഇന്നിപ്പോ റിലവന്റ് ആയിട്ട് ഇരിക്കുന്ന, അതായത് ഓഷ്വിറ്റ്സ് പോലെ തന്നെ റിലവന്റ് ആയിട്ടുള്ള പാലസ്തീൻ ഇഷ്യൂ രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഷോ ചെയ്യുന്നത്. ഈ ഷോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുധീഷിന്റെ ഒരു 60ഓളം ഫോട്ടോഗ്രാഫും അതോടുകൂടെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പാലസ്തീൻ്റെ കുറെ വർക്കുകളും വെച്ചിട്ടാണ് ഈ എക്സിബിഷൻ നടത്തുന്നത്. 17-ാം തീയതി 6 മണിക്ക് ഷോ ഉദ്ഘാടനം ചെയ്യുന്നത് ഗോപികൃഷ്ണനാണ്. പോയിട്ട് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോ ആണ്. അക്കാദമിയായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഷോ ചെയ്യുന്നത്. 2018-ൽ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ സുധീഷ് 70 തന്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി ചെയർമാനുമായ മുരളി ചീരോത്തും ഡോക്ടർ ജയരാജ് സുന്ദരേശുമാണ് പ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത്. യുവേഴ്സ് ഈസ് നോട്ട് ടു റീസൺ വൈ ലെസർ ഹ്യൂമൻസ് എന്ന് പേരിട്ട ഫോട്ടോ പ്രദർശനം ഫെബ്രുവരി 17 മുതൽ 27 വരെ ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് നടക്കുന്നത്. കവി PN ഗോപികൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്നും മുരളി ചീരോത്ത്, സുധീഷ് 70 തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച്. കോഴിക്കോട് കോർപ്പറേഷനിൽ മിച്ച ബജറ്റ് അംഗീകരിച്ചു. കോർപ്പറേഷൻ ബജറ്റിന്റെ ആമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ബജറ്റിൽ കേന്ദ്ര പദ്ധതികളെ വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കൈവേലി നെടുമന്നൂർ LP സ്കൂളിലെ CPM ആക്രമണത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.